Hello guys, welcome to our YouTube channel Heartbeats of Canada. എന്തൊക്കെ നടക്കുന്ന കാനഡയിലല്ലേ? ഫുള്ള് മഞ്ഞ്. ഇതുണ്ട് ഹൈവേ ആണ്, ഹൈവേ ട്രെയിൻ സ്റ്റേഷൻ ഒക്കെയാണ്. കണ്ടോ, ഫുള്ള് മഞ്ഞിൽ മൂടി കിടക്കുന്നുണ്ടോ. ഇതൊക്കെ മാർട്ടിൻ ജോസഫിന്റെ പ്രത്യേക വഴികളൊക്കെ ഉണ്ടോ? വഴികളൊക്കെ ഉണ്ടില്ലേ? ഇത് നടക്കുമ്പോ കണ്ടോ, ഫുള്ള് കാൽപാദം മുങ്ങി പോകുന്ന പോലെ. സത്യം പറഞ്ഞ ഈ വർഷം ഞാൻ വന്നിട്ട് ഇപ്പോ 1.5 വർഷം ആവുന്നു, പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ട് ഇത്രയും സ്നോ. അയ്യോ, സ്നോ കണ്ടില്ല, കണ്ടോ, ഫുള്ള് സ്നോ കിടക്കുക കേട്ടോ. അതൊക്കെ ഒരു ഗ്രൗണ്ട് ആണ് guys. ഇത് ഫുള്ള് ക്ലിയർ എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊരു പണിയല്ലേ? വലിയൊരു പണിയാണ്. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് വല്ല ടൂൾസും വേണം. നമുക്ക് നേരെ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോയാലോ? ഓക്കെ, ഇത് നമ്മുടെ ഷെയറിംഗ് സ്പേസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകാനുള്ള ഒരു വഴി ഈ സ്ഥലമാണ്. നമുക്ക് അപ്പൊ അങ്ങോട്ട് കുറച്ചിടാം. കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചായിരുന്നു, നിങ്ങൾ എന്താ അപ്പുറത്തെ വീട്ടിലോട്ട് ഇടുന്നത്, നിങ്ങൾ എന്തിനാണ് ദ്രോഹം ചെയ്യുന്നത് അപ്പുറത്തെ? ശരിക്കും നമുക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ ഷെയറിംഗ് ആട്ടോ, നമുക്ക് അങ്ങനെ ഇടാം. നമുക്ക് ആ വഴി നമുക്ക് കണ്ടോ, അതിലേക്കൂടെ നടന്നു പോകാനുള്ള വഴിയാണ്. ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലമാണ് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി. ഇത് എത്ര നേരത്തെ പരിപാടിയാണെന്നറിയോ? അയ്യോ ശരി, അത് ഭയങ്കര നല്ലപോലെ ഉണ്ടായിരുന്നു സ്നോ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തന്നെ കട്ടയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാലും നല്ല ഷൂ ഒക്കെ വേണം. ഇപ്പൊ തന്നെ തണുത്ത് ഞങ്ങൾ ഉറങ്ങി നിൽക്കുക, എന്നാലും ക്ലിയർ ചെയ്യണ്ടേ അല്ലേ? അതെ, നല്ല ഷൂസും എല്ലാരും നന്നായിട്ട്. ഇത് കണ്ടില്ലേ, ഇതേ ഒരു വലിയ ഓവർ ആക്ട് ചെയ്യുന്ന ഒരു സീനാണ്. ഓവർ ആക്ട് ചെയ്യുന്നല്ല, ഫുള്ള് മഞ്ഞായിട്ട് ആളും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ അവിടെ ചവിട്ടി അങ്ങനെ താന്ന് പോവായിരുന്നു. അപ്പൊ എനിക്ക് തീരെ പൊക്കം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ അങ്ങായിപ്പോയി. കണ്ടില്ലേ, ഇവിടുത്തെ എല്ലാം നമ്മൾ മഞ്ഞ് മാറ്റണം. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞ ഇതാണ്. കണ്ടില്ലേ, ഇറങ്ങി പോകുന്ന കണ്ടില്ലേ, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പോ മാള് വന്ന വഴിയാണ്. കണ്ടോ, നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നാൽ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, നമുക്ക് ആ സ്നോയുടെ മണ്ടയിൽ കൂടെ അങ്ങനെ നീന്തി വരാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ അതൊക്കെ ആയിരുന്നു. കണ്ടോ, മാള് ചെറിയൊരു ഷവല് വെച്ച് ആണോ, ഒത്തിരി ഇതല്ലേ, എഫേർട്ട് ഇല്ലാതെ നമുക്ക് കോരിയെടുക്കാം അല്ലേ? പക്ഷെ ഒത്തിരി നേരം എടുക്കും. ജസ്റ്റ് ഫ്രഷ് സ്നോ ആയിരുന്നോണ്ട് അത്ര പാടില്ലായിരുന്നു. ഇനി കാണുന്നതാണ് ഓരോരുത്തരുടെ ഓരോ വിനോദങ്ങൾ. കണ്ടില്ലേ, അത് നേരെ വന്നെ കണ്ണിലോട്ട് അങ്ങ് വീണ്. കണ്ണിലോട്ട് വീണ. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്നെ എറിയാന്നുള്ള അതിനുള്ള തപ്പുവാണ്. തപ്പിക്കൊണ്ടിരിക്കുക. ഒന്നും അറിയാത്ത പോലെ വിളിച്ചതിന്റെ അഭിനയം കൊള്ളാം. എറിയ അതൊരു ചെറിയ ഷോട്ടാണ്, അതങ്ങ് ഏറ്റു. അതിന് അടുത്ത് എനിക്കിട്ട് ഒരു ചെറിയ കല്ലെടുത്താണ് നമ്മളെ വലിയൊരു കല്ല് വരാൻ പോകുന്നത്. ആക്ച്വലി ഈ ഏറെ എനിക്ക് നല്ലപോലെ വേണിച്ചു കേട്ടോ. എന്റെ തലയ്ക്ക് നല്ലൊരു 2 മിനിറ്റത്തെ ഒരു പെരുപ്പായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോയിൽ അത് കാണിച്ചില്ല. ഈ മഞ്ഞിന്റെ കട്ട എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേദന എടുക്കും. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. വലിയ കട്ട പൊടിയാൻ പാടാ. നന്നായിട്ട് പൊടിയാൻ. ചെറിയ കട്ട ആദ്യം എറിഞ്ഞ കട്ടനാണ് അത് പൊടിയണം. ഇത് പൊടിയും കണ്ടോ, പൊടിഞ്ഞ്. ഒരു ഗുഹയുടെ ഒക്കെ ഒരു ദ്വാരം ഇങ്ങനെ തുരന്ന് വരുന്ന. ഇനി ഫ്രണ്ട് പോർഷൻ കുറെ നമ്മൾ കളയാനുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുകയാണ്. കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു മറ്റേ സ്നോ കളയുന്ന അതിന്റെ പേരെന്നാന്നേ, സ്നോ മെഷീൻ. അത് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മുടെ ഷവല് മാത്രമേ ഉള്ളായിരുന്നു. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ടാക്ടിക്സ് ചെയ്താൽ മതി. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ, ചിലർക്ക് അറിയത്തില്ല. ഇതുപോലെ അങ്ങ് നമ്മള് അറ്റം വരെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മള് സ്നോ കോരി ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരിക, എന്നിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളുടെക്കാട്ടിലും മുമ്പ് അപ്പുറത്തെ വീട്ടില് 2 പേര് വന്നത് സ്നോ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവർ തീരുന്നില്ല. പിന്നെ നമ്മുടെ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ അവര് മാളു പറഞ്ഞത് അവരുടെ ടാക്ടിക്സ് ശരിയല്ല എന്നൊക്കെ മാളോടെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ടാക്ടിക്സ് കറക്റ്റായിരുന്നു പറഞ്ഞത്. ഇതുണ്ടോ, തള്ളിക്കൊണ്ട് പോകുന്നുണ്ടല്ലേ. ശരിക്കും ഒരു എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ? ഇത് ഞാൻ എപ്പോഴാണ് സ്നോ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണ്. സ്നോയിൽ കളിക്കാൻ ഇഷ്ടമാണ്, ഇതിന് പോകാൻ. ഇതാണ് നമ്മുടെ റോഡ് കണ്ടോ, റോഡ് ഏതാണ് വീട് ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധം. ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ട് ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതെ, ഇത് നമ്മൾ കുറെ നേരത്തിന്റെ ഒരു റിസൾട്ട് ആണ് കാണിക്കാൻ. ഇതെല്ലാം നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് കണ്ടു. നമ്മുടെ മെയിൻ എൻട്രൻസ് ആണ് അത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള ഈ ഒരു സ്നോബോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അഭിപ്രായം? ചെടിച്ചട്ടി നന്നായിട്ടുണ്ട് അല്ലേ? മാളു ചെടിയൊക്കെ മുങ്ങിപ്പോതേ. ഇതെന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞുള്ള ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു വിനോദം. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.